ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന ഒരു ഏരിയയിൽ നമുക്കൊരു വാഷ് ബേസിൻ വെക്കാനാണ്. അതുകൊണ്ട് ഇവിടെ നേരത്തെ തന്നെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരുന്നതാണ്. ഒരു റാക്ക് ബോൾട്ട് അടിച്ച് വെച്ചേക്കുന്നുണ്ടല്ലേ, അത് നമുക്ക് ഊരിക്കളഞ്ഞിട്ട് കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലോട്ടാകണം. ഒരു ബാത്റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടും അതേപോലെ ഒരു ബെഡ്റൂമും കൂടാണ് ഇവിടെ വരുന്നത്. ഇതൊരു പഴയ വീടാണ്. ഇത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീടാണ്. അപ്പം ഇവിടെ നേരത്തെ ഇരുന്ന ബേസിൻ്റെ അകത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അലമാരിയും കാര്യങ്ങളൊക്കെ ഇറക്കാൻ നേരത്തെ തട്ടുമായിരുന്നു, കാരണം ആ ഏരിയയ്ക്കകത്ത് ഇരിക്കുന്നതുകൊണ്ട്. അതിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്കൊരു ബേസിൻ, ഈ കാണുന്ന ബേസിൻ നമുക്ക് സെറ്റ് ചെയ്യണം. ഒരു 1.5 ഫീറ്റ് വരുന്ന എറിക് എന്ന് പറഞ്ഞ മോഡലിൻ്റെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടാപ്പും ഇതിനോടൊപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് വേസ്റ്റ് കപ്ലിംഗ് ആണ്. വേസ്റ്റ് കപ്ലിങ്ങും അതിൻ്റെ വാഷറും കാര്യങ്ങളും ഫുൾ ത്രെഡാണ് വരുന്നത്. വാഷറും നട്ടും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. അതേപോലെ ഒരു വേസ്റ്റ് പൈപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ കൊടുത്ത് വിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അതാ ഉള്ള സ്ഥലപരിമിതിയിൽ നമുക്കതൊന്ന് സെറ്റ് ചെയ്യണം. ഒരു 1.5 ഫീറ്റ് വരുന്നതാണ്. എറിക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഈ ബേസും വരുന്നത്. സ്ക്വയർ ടൈപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേസ്റ്റ് കപ്ലിങ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് ക്ലിയറാണ്, സിലിക്കോൺ ക്ലിയറാണിത്. ഇതടിച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് കപ്ലിങ് സെറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ വേസ്റ്റ് കപ്ലിങ്ങിൻ്റെ അകത്ത് സിലിക്കോൺ അടിച്ചതിന് ശേഷം ഇറക്കിയിട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ആദ്യം വാഷർ ഇടുക, അതിനുശേഷം നട്ടിട്ട് ഇതേപോലെ കറക്കി മുകളിലോട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി. 5 റേഞ്ചോ അല്ലെങ്കിൽ മങ്കി പ്ലെയറോ ഇട്ടൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഡ്ജസ്റ്റബിളൊന്നും വേണ്ട. നമുക്ക് കൈ ടൈറ്റ് മാത്രം മതി. ഓവർ ടൈറ്റിൻ്റെ ആവശ്യതയില്ല. കൈ ടൈറ്റ് കൊണ്ട് ഇതേപോലെ ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇതുപോലെ ആ വേസ്റ്റ് കൊണ്ട് ആ സിലിക്കോൺ പറ്റി പിടിച്ചിരിക്കുന്ന കൈയോടെ തന്നെ തുടച്ച് മാറ്റണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡിലെല്ലാം പിന്നെ പറ്റി പിടിച്ചിരിക്കും. ഇനി നമുക്ക് ടാപ്പാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഹോൾ ഇച്ചിരി വലുതും കൂടെയാണ്. അപ്പോൾ അതിനൂടെ നമ്മൾ ചെറിയ ഒരു സി പിയും കൂടെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇട്ടിട്ടാണ് നമ്മൾ ടാപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് ഒരു കുഴിയൻ ടൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതേപോലെ ഇവിടെയും വാഷറിട്ട് നട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സൈഡിൽ അടിഭാഗത്തും നമ്മൾ അതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു കണക്ഷൻ ട്യൂബും കൂടെ ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്താൽ മതി. കണക്ഷൻ പൈപ്പ് നമുക്ക് ഓൾറെഡി ഇവിടെ ഇപ്പോൾ ഒരു പഴയത് കിടപ്പുണ്ട്, അത് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ടാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ സി പി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ചെറിയൊരു സി പി ഉണ്ടായിട്ട് അതാണ് ഇട്ടത്. അങ്ങനെ നമ്മൾ കണക്ഷൻ ട്യൂബ് ഇട്ട് നേരത്തെ ഇവിടെ കിടന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിട്ടത്. ഇതൊരു ഹോട്ട് വാട്ടറിനൊക്കെ ഇടുന്ന ടൈപ്പാണ്. അത് തന്നെയാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഇനി കളയണ്ടാലോ എന്ന് കരുതി അത് തന്നെ ഇട്ട് നമ്മൾ ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പം കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ നീക്കിയിട്ടുണ്ട്. അതേപോലെ സൈഡിലെല്ലാം നമ്മൾ വൈറ്റ് സിമെൻറ്റും വെച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പഴയ വീടാണ്, വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പം അതിനനുസരിച്ചാണ് ഇതെല്ലാം പോയേക്കുന്നത്. അതേപോലെ നമ്മൾ വേസ്റ്റ് പൈപ്പ് നമ്മൾ ഇറക്കി അതിൻ്റെ അവിടെ നമ്മൾ പാക്കിങ് വെച്ച് നമ്മൾ ഇതേപോലെ വൈറ്റ് സിമെൻറ്റ് വെച്ചത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടെയും ഗ്യാപ്പ് അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്മെല്ല് വെളിയിലോട്ട് തള്ളാനൊക്കെ ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ ബേസിൻ സെറ്റ് ചെയ്ത് നമ്മൾ ടാപ്പും വെച്ച് കഴിഞ്ഞു. ഈ ബെഡ്റൂമിൽ നിന്ന് നേരത്തെ ഇറക്കുന്ന കഥയാണ് പറഞ്ഞത്. നേരത്തെ ഇരുന്ന സമയത്ത് ഈ അലമാരി ഇറക്കിയപ്പോൾ ഇതുപോലെ തട്ടിയായിരുന്നു, കാരണം അതിൻ്റെ എൻഡി തന്നെ വന്ന് തട്ടി. പക്ഷേ ഇപ്പോൾ അത് തട്ടിയില്ല. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, ഇനി എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ. പക്ഷേ അത് വീഡിയോയ്ക്കകത്ത് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വീഡിയോ എടുക്കണം, അലമാരിയും പൊക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ടാപ്പൊക്കെ വെള്ളമൊക്കെ ചാൽവ് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, ഈ നിൽക്കുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗം ബാത്റൂമാണ്. അതേപോലെ റൈറ്റ് സൈഡിൽ ബെഡ്റൂമാണ്. അപ്പം ഹാള് തൊട്ടപ്പുറത്താണ്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ച് നമുക്കിങ്ങനെ തീർച്ചയായും കൈ കഴുകാനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ബാത്റൂമിലും ടോയ്ലറ്റിലും പോയിട്ട് തിരിച്ചിറങ്ങി വരാൻ നേരത്ത് കൈയൊക്കെ വാഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ്, രണ്ട് ഉപയോഗത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ തന്നെ ആ ഒരു ചെറിയ ഏരിയയിൽ തന്നെ കൊടുത്തത്. നമുക്ക് ചെറിയ ബേസും വെക്കാമായിരുന്നു, പക്ഷേ അത് തീരെ ചെറുതായപ്പോൾ അത് വേണ്ട, ഇത് മതി എന്നുള്ളത് കൊണ്ട് നമ്മളിത് വെച്ച് കൊടുത്തു. അതേപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു ടവൽ റിങ്ങും നമ്മൾ ഇതിനോടൊപ്പം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടവലൊക്കെ ഇടാൻ വേണ്ടി ഒരു റിങ്ങും കൊടുത്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഗ്ലാസും ഒരു ചെറിയൊരു സ്ക്വയർ ടൈപ്പ് ഗ്ലാസും ഇതിനോടൊപ്പം തന്നെ കണ്ടില്ലേ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഹൈലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഇത് പഴയൊരു വയറിംഗ് ആണ്, പഴയൊരു വീടാണെന്ന് പറഞ്ഞില്ലേ. അപ്പം പുതിയ സ്വിച്ച് ബോർഡൊക്കെ നമ്മളിപ്പം വെച്ചാണ് അകത്തൊരു ഹീറ്ററും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ആ പഴയ ഹൈലൊക്കെ ഇരിക്കുന്ന ഭാഗം നമുക്ക് എടുത്ത് കളയാനും പറ്റത്തില്ല, കാരണം അതുവഴിയൊക്കെയാണ് അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്തെ റൂമിലോട്ടൊക്കെ കേബിളുകൾ പോകുന്നത്. അതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്വിച്ച് ബോർഡും വെച്ച് കൊടുത്തത്. ആ ഒരു ഏരിയ നമ്മൾ കണക്കാക്കി ഗ്ലാസും സെറ്റ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.